വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വയനാട്ടിൽ തുടങ്ങി. യോഗത്തിൽ പ്രതിപക്ഷ എംഎൽഎമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നു. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സിജു, രാവിലെ തന്നെ ഈ യോഗത്തിന് മുമ്പ് വനമന്ത്രി ശശീന്ദ്രൻ പറഞ്ഞത് ഈ നഷ്ടപരിഹാര തുക കൂട്ടുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. ഏതായാലും പ്രതിപക്ഷ എംഎൽഎമാരടക്കം ഈ വന്യമൃഗ ശല്യവുമായി ആക്രമണവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിർണായകമായ ചില തീരുമാനങ്ങൾ വരും, നല്ല ചില നിർദ്ദേശങ്ങൾ വരികയും ചെയ്യും. എന്താണ് ഇപ്പോൾ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? മറ്റു വിവരങ്ങൾ. സിജു, സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ഹാളിനകത്ത് യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർവകക്ഷി യോഗമാണ് ആദ്യം നടക്കുന്നത്. മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ജനപ്രതിനിധികളെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് യോഗം. 10:30 യോഗം ആരംഭിച്ചത്. പ്രതിപക്ഷ എംഎൽഎമാരായ ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും യോഗത്തിലേക്ക് എത്തിയിരുന്നു. എന്നാൽ അല്പസമയം മുമ്പ് അവർ യോഗം ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയി. യോഗം തുടങ്ങിയ ഉടൻ പ്രായോഗികമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളോ ഒന്നും നൽകാതെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ യോഗ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. തുടർന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിലായിരുന്നു പല കാര്യങ്ങളും പറഞ്ഞത്. അവർ ആവശ്യപ്പെടുന്ന കാര്യം മുഖ്യമന്ത്രി നേരിട്ടെത്തണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഈ യോഗത്തിൽ ക്രിയാത്മകമായ ഒരു നിർദ്ദേശം ഒന്നും അവർ നൽകിയില്ല. ഇന്ന് രാവിലെ മന്ത്രി AK ശശീന്ദ്രൻ, അതോടൊപ്പം തന്നെ K രാജൻ, MP രാജേഷ് ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ പറഞ്ഞത് വയനാടിൻ്റെ ഒരു പൊതു പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ട് ഒരു പരിഹാര മാർഗം കണ്ടെത്തണം, തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതിനെക്കുറിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചർച്ച ചെയ്യണമെന്നാണ്. എന്നാൽ ജനങ്ങളുടെ വികാരം കൃത്യമായി ഇവിടെ എത്തിക്കുന്നതിനും അത്തരം ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ഈ പ്രശ്നപരിഹാരത്തിന് ഇടപെടുന്നതിനും പ്രതിപക്ഷ MLA-മാർ തയ്യാറായില്ല എന്നുള്ളതാണ്. വളരെ മോശമായ രീതിയിലുള്ള ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് അവരിപ്പോൾ പുറത്തു പോയിരിക്കുന്നത്. അതിനിടയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മറച്ചുവെച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളുമായാണ് ടി സിദ്ദിഖ് MLA-യും IC ബാലകൃഷ്ണനും പുറത്തുപോയത്. ഇത്തരമൊരു യോഗത്തിൽ യോജിച്ച് നിൽക്കുകയല്ലേ വേണ്ടത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ക്ഷുഭിതരായിക്കൊണ്ടാണ് അവർ മറുപടി പറഞ്ഞത്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ യോഗത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം എത്തിക്കുന്നതിൽ രാഹുൽ ഗാന്ധി MP എന്ത് ചെയ്തു, അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനം നടപ്പിലാക്കിയോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് പോവുകയാണ് ഇവർ ചെയ്തത്. ഏതായാലും ഈ ജനപ്രതിനിധികൾ, കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾക്ക് ടി സിദ്ദീഖിനെതിരെ IC ബാലകൃഷ്ണനെതിരെയും ഒക്കെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഇവർക്കെതിരെ ആക്രമണങ്ങൾ കൂടി, പ്രതിഷേധം നടത്തിയവർ ആക്രമണം നടത്തുന്ന സാഹചര്യം കൂടി കാണുകയുമുണ്ടായി. നിലവിൽ ഇവർക്കെതിരെ ചോദ്യങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ആയിരിക്കണം ഇപ്പോൾ വലിയ പ്രതിഷേധം എന്ന തരത്തിൽ ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിരിക്കുന്നത്. വയനാട് MP രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധിയോട് തന്നെ നാട്ടുകാർ ചോദിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ ഉയരുന്ന പ്രശ്നം, വയനാട്ടിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ എല്ലാവരും യോജിച്ചുള്ള ഒരു യോഗമാണ് ആവശ്യം, എല്ലാവരും യോജിച്ചുള്ള പ്രവർത്തനമാണ് ആവശ്യം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. നാട്ടുകാരും അക്കാര്യം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇവരുടെ ഇറങ്ങിപ്പോക്കിനെ ആളുകൾ, പ്രത്യേകിച്ച് വയനാടുകാർ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? സ്വാഭാവികമായും ഇത് വലിയ ചർച്ചയാകും ഉറപ്പാണ് സിജു. കാരണം ഇന്ന് മന്ത്രിമാർ വളരെ നല്ല തുറന്ന മനസ്സോടുകൂടിയാണ് ഇവിടുത്തെ പ്രതിഷേധങ്ങളെയും എല്ലാം തന്നെ കണ്ടത്. ഓരോരുത്തരും പറഞ്ഞത് സ്വാഭാവികമായ പ്രതികരണമാണ്, ജനങ്ങളുടെ പ്രതിഷേധം ആ രീതിയിൽ മാത്രമേ അതിനെ കാണുന്നുള്ളൂ, ജനങ്ങളുടെ പൊതുവായ പ്രശ്നം എന്ന നിലയിൽ ഇതിനെ കാണുന്നു. അതോടൊപ്പം എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ട് ഈ പ്രശ്ന പരിഹാരത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം, അതിനെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത്. അതിനൊരു തുറന്ന സമീപനത്തോടു കൂടി സർക്കാർ അതിന് തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് ആ രീതിയിൽ അവർ ഇതിൻ്റെ കൂടെ നിൽക്കേണ്ടതിന് പകരം അവർ ഈ യോഗത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ജനങ്ങൾ സ്വാഭാവികമായും ഇത് വിലയിരുത്തുമെന്ന് ഉറപ്പാണ്. മാധ്യമപ്രവർത്തകർ ഇവർ ഈ ബഹിഷ്കരണം മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ചോദിച്ച ഒരു ചോദ്യം അതാണ്. ജനപ്രതിനിധികൾ എന്ന രീതിയിൽ 2 നിയമസഭാ മണ്ഡലത്തിലെ MLA-മാർ എന്ന നിലയിൽ ഇവർക്ക് കൂടി ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ട് അവർ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രി നേരിട്ടെത്തണം എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. വനംവകുപ്പ് മന്ത്രിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മാധ്യമപ്രവർത്തകർ പല ആളുകളും ചോദ്യങ്ങൾ കൃത്യമായി ചോദിച്ചിരുന്നു. കാരണം ഇതല്ലാതെ ഇതിനൊരു പരിഹാര മാർഗം എന്താണ്, നിങ്ങൾ തുടർ നടപടികൾ എന്താണ് ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് മറുപടിയില്ല. പ്രതിഷേധിക്കുമെന്ന് മാത്രമാണ് പറയുന്നത്. പ്രതിഷേധിക്കുന്നതിന് പകരം പ്രതിഷേധിക്കരുത് എന്ന ഒരു നിലപാട് സർക്കാരിന് ഇല്ലെന്ന് മന്ത്രിമാർ രാവിലെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട്, യോജിച്ച് നിന്നുകൊണ്ട് ജനങ്ങളുടെ പൊതുവായ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എല്ലാവരും കൂടെ നിൽക്കണമെന്നൊരു അഭ്യർത്ഥനയുമായി മന്ത്രിതല സംഘം, സർക്കാരിൻ്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രിതല സംഘം വരുമ്പോൾ അവിടെയും ഒരു ബഹിഷ്കരണ നാടകവുമായാണ് വയനാട്ടിലെ ഉന്നതതല യോഗം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.